അപ്പോൾ എന്നോട് പറഞ്ഞില്ല, ഞാൻ ഓനായിട്ട് കൊളത്താൻ പോയാലേ എന്നോട് ഏറ്റുമുട്ടും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വിശ്വാസമായി. എനക്കൊടിഞ്ഞ് ഓനെ ഏറ്റുമുട്ടരുത് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ പിന്നെ ഞാൻ നേരം വെളുത്ത് പോയപ്പോൾ ഓനൊരു ഭാഗത്ത് കിടന്നുറങ്ങുന്നത്, ഓളൊരു ഭാഗത്ത് കിടന്നുറങ്ങുന്നത്. ഞാൻ 4 മണിക്ക് എണീച്ച് വെൽക്കുള്ള ഫുഡൊക്കെ അവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ്. 2 മണിയായപ്പോൾ വീട്ടിൽ ചേച്ചി എന്നെ വിളിക്കുകയാണ്. ഇപ്പോൾ വിളിച്ചപ്പോൾ ഇങ്ങനെ പ്രശ്നമാണ്, ചെക്കിനെ ഓടി വന്ന് പറഞ്ഞപ്പോഴത്തേനും 2 വാതിലും കുറ്റിയിട്ടുണ്ട്. ആഷിക്കിന്റെ മൊഴി പ്രാഥമികമായി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. അതായത് എനിക്ക് ജന്മം നൽകിയതിന്റെ ശിക്ഷയായിട്ടാണ് ഞാൻ അമ്മയെ കൊന്നത് എന്നാണ് പ്രാഥമികമായി രേഖപ്പെടുത്തിയ മൊഴി എന്ന് പറയുന്നത്. ഇത് പറയുന്നത് തന്നെ ഇത്തരത്തിൽ അമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയ പ്രതിയെ അവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടിയിട്ട് കെട്ടിയിടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് നാട്ടുകാരോടാണ് ആദ്യമായിട്ട് ഈ പ്രതി, ലഹരിയിലായിരുന്നു ഈ പ്രതി ഉണ്ടായിരുന്നത്, ആഷിഖ് ഉണ്ടായിരുന്നത്. കേരളക്കരയെ നടുക്കിയ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത്. കോഴിക്കോട് താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നൊരു സംഭവം. സ്വന്തം മകൻ 9 മാസം ചുമന്ന് മകനെ പ്രസവിച്ചിട്ടതിൻ്റെ പ്രതികാരം അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ കൊടുത്തിരിക്കുകയാണ് ഒരു മകൻ. ആഷിഖ് എന്ന് പറയുന്ന ഒരു മകൻ സുബൈദ എന്ന് പറയുന്ന തൻ്റെ അമ്മയെ നിസ്തൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. ഈ ഉമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ആ ചികിത്സയൊക്കെ കഴിഞ്ഞ് അനിയത്തിയുടെ കൂടിയായിരുന്നു താമസം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മകൻ വന്ന് ഈ പറയുന്ന ഉമ്മയെ വെട്ടിക്കൊല്ലുന്നത്. ഇവൻ ഉമ്മയെ കാണണമെന്നുള്ള വ്യാജേന വന്നിട്ടാണ് ഈ ഒരു പരിപാടി കാണിച്ചത്. ഉമ്മയോടുള്ള സ്നേഹം അധികമായിട്ടാണോടാ പുല്ലേ നീ ഇത് ചെയ്തത്? നിന്നെയൊക്കെ എന്നാടാ ചെയ്യേണ്ടത്? മയക്കുമരുന്ന് അങ്ങേ അറ്റത്ത് കയറിയതിൻ്റെയും മയക്കുമരുന്നിന് അടിമപ്പെട്ടതിൻ്റെയും ഭാഗമായിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? നിന്നെ ഇത്രയും നാളും വളർത്തിയത്, നിനക്ക് 25 വയസ്സ് വരെ നിനക്ക് ചോറ് തന്ന അമ്മ, 9 മാസം നിന്നെ വയറ്റിൽ കൊണ്ട് നടന്ന് നിന്നെ പ്രസവിച്ചിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ കാത്തു പരിപാലിച്ച നിന്റെ അമ്മയെ മയക്കുമരുന്ന് തലയെ പിടിച്ചതിന്റെ കേടാണോടാ നീ തീർത്തിട്ട് പോയത്? ഈ പറയുന്ന ആഷിഖ് എന്ന് പറയുന്നവൻ +2 വരെ നാട്ടിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഇവനൊരു കോളേജ് അഡ്മിഷനൊക്കെ കിട്ടി. അന്ന് തൊട്ടാണ് ഇവൻ മയക്കുമരുന്ന് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അന്ന് ഇവനെ മയക്കുമരുന്ന് കേസിൽ പിടിച്ചു പോലീസ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവനെ ബാംഗ്ലൂർ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ കൊണ്ടുപോയി അവിടെ താമസിച്ച് വരികയായിരുന്നു ഇവൻ. അവിടെ നിന്ന് ഉമ്മയെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇവൻ നാട്ടിൽ വരുന്നു. നാട്ടിൽ വരുമ്പോൾ അറിയുന്നത് അമ്മ സഹോദരിയുടെ വീട്ടിലാണ് എന്ന്. അങ്ങനെ അറിഞ്ഞ ഇവൻ വീട്ടിൽ വരികയും വീട്ടിൽ വരുമ്പോൾ ഈ ചെറിയമ്മ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കൊടുത്തു. ഉമ്മ ആ ഒരു സൈഡിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, ഇവൻ ഒരു സൈഡിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. കഴിച്ചതിന് ശേഷം ഇവൻ ഒരു സൈഡിൽ കിടന്നുറങ്ങി, ഉമ്മ ഒരു സൈഡിൽ കിടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ ഇവൻ തൊട്ടടുത്ത വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു കൊടുവാൾ മേടിക്കുന്നു. കൊടുവാൾ മേടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ പൊതിക്കാനാണ്, ഒരു കത്തി തരുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ ചോദിക്കുന്നത്. ഇവൻ ചോദിച്ച് അവിടുന്ന് കത്തി മേടിച്ചുകൊണ്ട് നേരെ വരുന്നു. വന്നതിന് ശേഷം എല്ലാ റൂമിലുള്ള ആ ഒരു വാതിലുകളും ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന ഉമ്മയെ ഇവൻ വെട്ടിക്കൊല്ലുകയായിരുന്നു. ഇവൻ്റെ മനസ്ഥിതി എത്രയുണ്ട്? ഇവൻ്റെ മനസ്ഥിതി എത്രയുണ്ട്? ഇപ്പോഴുള്ള പിള്ളേരോടൊക്കെ പറയാനുള്ളത്, ഈ മയക്കുമരുന്ന് നിങ്ങളുടെ തലയിൽ കയറി കഴിഞ്ഞാൽ അമ്മയാരാണ് പെങ്ങന്മാരാരാണെന്ന് പോലും തിരിച്ചറിയാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു കാലഘട്ടം കടന്നു പോകുന്നത്. സത്യം പറഞ്ഞാൽ വളരെ വിഷമം തോന്നിയ ഒരു സംഭവം തന്നെയാണിത്. എടാ മോനെ നീ ഒന്ന് ചിന്തിക്കേ, നീ ഒന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിക്കേ. നീയും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ, നിനക്കും ഒരു കുഞ്ഞ് ജനിച്ചിരുന്നുവെങ്കിൽ എങ്ങനായിരിക്കും അവസ്ഥയെന്ന്, നീ ആ കുഞ്ഞിനെ വളർത്താൻ എത്രമാത്രം പാടുപെടണം എന്നുള്ളത് നിനക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, നിനക്കൊന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിനക്കത് മനസ്സിലാവും. നിന്റെ ഉമ്മ അതുപോലെ നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. 9 മാസം എനിക്കൊരു മകൻ ജനിക്കുമെന്ന് പറഞ്ഞുള്ള ആശ കൊണ്ട് കാത്തിരുന്നിട്ട് അവസാനം അവനെ 25 വയസ്സ് വരെ അവനെ പൊന്നേ മോനെ എന്ന് വളർത്തിക്കൊണ്ടുവന്നതിന് ശേഷം നീ പോയി മയക്കുമരുന്നിന് അടിമയായതിനു ശേഷം നിന്നോട് എന്തെങ്കിലും അമ്മ പറഞ്ഞിട്ടുണ്ടാവാം, വഴക്ക് പറഞ്ഞിട്ടുണ്ടാവാം. അടാ അത് നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേടാ. അതെല്ലാം നീ മറന്നു വെച്ചിട്ട് നീ ഉമ്മയെ കാണണമെന്ന് വ്യാജേന വീട്ടിൽ വന്നിട്ട് മുട്ടയിലൊക്കത്തുനിന്ന് കത്തി വാങ്ങി ആ അമ്മയെ നീ കൊലപ്പെടുത്തിയില്ലേടാ. എന്തുവാടാ നിന്നോടൊക്കെ എന്നാടാ കുന്തമ്മേ പറയേണ്ടത്? നിനക്കൊക്കെ എന്താടാ നീതിപീഠത്തിൻ്റെ കിട്ടാവുന്നതിൽ അങ്ങേയറ്റത്തെ ശിക്ഷ നിനക്ക് കിട്ടണം. ഇതുപോലെ ഒരുത്തനും ചെയ്യാൻ പാടില്ല. സ്വന്തം അമ്മയോടും സ്വന്തം സഹോദരങ്ങളോടും ഇതുപോലെയൊക്കെ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഒരു വട്ടമെങ്കിലും സ്നേഹം തന്നവർ, നിങ്ങളെ നല്ലപോലെ പരിപാലിച്ചിട്ടുള്ളവർ, അവരാണ് അത് എന്ന് നിങ്ങൾ ഓർക്കണം. അവരെന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവം നോക്കിക്കൊള്ളും എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാവണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാക്കുകൊണ്ട് പറയുന്നത് പോലെയല്ല പ്രവൃത്തികൾ എപ്പോഴും നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുവായാലും ഈ സുബൈദ എന്ന് പറയുന്ന അമ്മയുടെ സഹോദരി പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊന്ന് കേട്ട് നോക്കി. ഓന് +2 പഠിച്ച് പിന്നെ അവനെ ഡിഗ്രിക്ക് അവിടെ ഒരു ഓട്ടോമൊബൈലിൻ്റെ അവിടെ ഞങ്ങൾ ചേർത്തിയ സമയത്ത് 1.5 ലക്ഷം രൂപ കൊടുത്ത് JDTയിൽ ആക്കിയ സമയത്ത് ഓന് ഇതേപോലെയുള്ള മയക്കുമരുന്നിന് അഡിക്റ്റായി. പിന്നെ ഞങ്ങളത് അറിഞ്ഞ നമ്മൾ ഓനെ അതിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ഓന് ചെയ്ത്. അത്ര തന്നെ.
അപ്പോൾ ഇന്നലെയൊക്കെ നല്ല രൂപത്തിലായിരുന്നു ഇവിടെ രാത്രിയൊക്കെ. ഓനൊരു പ്രശ്നമില്ലാന്ന്, ഇന്നലെ ഓൻ ഫുഡൊക്കെ കഴിച്ചല്ലേ, ഓനൊരു പ്രശ്നവും കാണിച്ചിട്ടില്ല. ഓന് അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങളെ വീട്ടിൽ ഇന്നലെ ഒന്നും കാണിച്ചിട്ടില്ല. ഓൻ 4 ദിവസം ഔട്ടിങ്ങിലായിട്ട് ഇന്നലെ വന്നതാണ്. ഇന്നലെ വന്നപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി ഓനോട് പറഞ്ഞ് ഓനെ വിളിക്കി പറഞ്ഞ്. അപ്പം ഞാൻ അതിൻ്റെ മുന്നേ ഓന് ഒരു 100 റുപ്യ വേണം എന്ന് ഗൂഗിൾ പേ ചെയ്യാറുണ്ട് ഇന്നെ വിളിച്ചിരുന്നു. അത് ഞാൻ ഓളോട് പറഞ്ഞില്ല, ഓക്ക് വിഷമാവണ്ട വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി വന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞ് ഗേറ്റ് പൂട്ടണ്ട, ഓനിപ്പോൾ വരും, അപ്പോൾ ഗേറ്റിൻ്റെ ചാടി കടന്ന് വരുമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഓളെ മോനല്ലേ, അപ്പോൾ ചാടി കടന്ന് വരുമ്പോൾ നമ്മളെ വീടാകുമ്പോൾ നമ്മൾ അങ്ങനെ അധികാരം കാട്ടുമ്പോൾ ഓക്ക് വിഷമാവണ്ട വെച്ച് ഞാൻ പൂട്ടാൻ പോയിട്ട് തിരിച്ചു വന്നേ. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ഗേറ്റ് അങ്ങ് പൂട്ടിക്കാൾ, ലൈറ്റ് അങ്ങ് ഓഫ് ആക്കിയാളെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ, ഞാൻ ആ ഗേറ്റ് പൂട്ടിയിട്ട് വരട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടാൻ പോയപ്പോൾ ഈ കാഞ്ഞാമയിലുള്ള ഒരു ചെക്കന് ഓനവിടെ ലാൻഡ് ചെയ്യിച്ച്. അപ്പോൾ ഞാൻ പൂട്ടാൻ പോകുന്ന ഗേറ്റിനെ തുറന്നു കൊടുത്തു. നല്ല ചേർക്ക് അകത്തേക്ക് കയറിപ്പോയി, ഡ്രസ്സെല്ലാം മാറി ബാത്റൂമിൽ പോയി കുളിച്ച്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിച്ച്. ഞാൻ കഴിച്ച് തീർന്നപ്പോഴാണ് ഇത് ഗേറ്റ് പൂട്ടാനോള് പറയുന്നത്. അപ്പോൾ ഓന് വേഗം കുളിച്ച് ഞാൻ ഇവളോട് പറഞ്ഞ് നമ്മൾ രണ്ടാളും വേഗം തിന്ന് ഇവിടുന്ന് മേശയെല്ലാം കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓന് പിന്മാറി കൊടുക്കുന്നിട്ട് ഓൻ നല്ലോണം കഴിച്ചോട്ടോ, കുറച്ച് സൈഡിൽ ഇവിടെ നിന്നിട്ടില്ലാണ്ട്. അപ്പോൾ ആയിക്കോട്ടെ പറഞ്ഞ്. അപ്പം ഞാൻ എല്ലാം ഫുള്ള് കറിയെല്ലാം പിന്നെ ഫുള്ള് പാത്രമെല്ലാം നിറച്ചോന് ഞങ്ങളെ വീട്ടിൽ നിൽക്കിയത് കൊണ്ട് ഓന് വിഷമമൊന്നും ഉണ്ടാകുന്ന ഓക്ക് ഇഷ്ടമല്ല. ഓള് എപ്പോഴും എന്നെ അപായപ്പെടുത്തിട്ടോ ഓനെന്ന് ഞാൻ ഓളോട് എപ്പോഴും പറയല, ഓനെ ഇനി ഏറ്റുമുട്ടുകയും ചെയ്യരുതെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞില്ല, ഞാൻ ഓനായിട്ട് കൊളത്താൻ പോയാലേ എന്നോട് ഏറ്റുമുട്ടുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വിശ്വാസമായി, എനക്കൊണ്ട് ഓനെ ഏറ്റുമുട്ടരുത് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ പിന്നെ ഞാൻ നേരം വെളുത്ത് പോയപ്പോൾ ഓനൊരു ഭാഗത്ത് കിടന്നുറങ്ങുന്നത്, ഓളൊരു ഭാഗത്ത് കിടന്നുറങ്ങുന്നത്. ഞാൻ 4 മണിക്ക് എണീച്ച് ഇവൽക്കുള്ള ഫുഡൊക്കെ അവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ്. 2 മണിയായപ്പോൾ വീട്ടിൽ ചേച്ചി എന്നെ വിളിക്കുകയാണ്. ഇപ്പോൾ വിളിച്ചപ്പോൾ ഇങ്ങനെ പ്രശ്നമാണ്, സക്കീനെ ഓടി വന്ന് പറഞ്ഞപ്പത്തിന് 2 വാതിലും കുറ്റിട്ടുണ്ട്. അത്ര തന്നെ. ഇവന് ഫുഡൊക്കെ കൊടുത്ത് ഇവനെ നല്ല രീതിയിൽ നോക്കിയിട്ടാണ് ഈ പറയുന്ന അമ്മയുടെ അനിയത്തി പോയത്. പോയി കഴിഞ്ഞപ്പോൾ തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഇവൻ കത്തിയും പിടിച്ചുകൊണ്ട് കഥകൊക്കെ ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്. എന്താണല്ലേ ഇവൻ പറയുന്നത്, ഇത്രയും നാളും അവനെ പോറ്റിയതിനും അവനെ നൊന്ത് പ്രസവിച്ചതിനുമുള്ള ശിക്ഷയാണ് അവൻ കൊടുത്തത് എന്നാണ് അവൻ പറയുന്നത്. കൊള്ളാം അതൊന്ന് കേട്ടു നോക്കി. കോഴിക്കോട് താമരശ്ശേരിയിൽ അമ്മയെ വെട്ടിക്കൊന്ന കേസിൽ പ്രതിയായ മകൻ ആഷിഖിന്റെ മൊഴി പുറത്ത്. ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് താൻ നടപ്പാക്കിയതെന്നാണ് ആഷിഖ് പോലീസിന് മൊഴി നൽകിയത്. വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു അമ്മയെ മകൻ കൊലപ്പെടുത്തിയത്. ഇപ്പോൾ ജന്മം നൽകിയതിനാണ് താൻ കൊന്നുകളഞ്ഞത് അമ്മയെ എന്നുള്ള ഒരു മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് വിശദാംശം? ജയലക്ഷ്മി, ഒരു നാടിനെ ഒന്നാകെ നടുക്കിയ ഒരു കൊലപാതകം അത് ഇന്നലെയായിരുന്നു നടന്നത്. ഇതിലിപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത്, ഈ പ്രതിയായിട്ടുള്ള ആഷിഖ്, 25 വയസ്സുകാരനായിട്ടുള്ള ആഷിഖിന്റെ മൊഴി പ്രാഥമികമായി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. അതായത് എനിക്ക് ജന്മം നൽകിയതിന്റെ ശിക്ഷയായിട്ടാണ് ഞാൻ അമ്മയെ കൊന്നത് എന്നാണ് പ്രാഥമികമായി രേഖപ്പെടുത്തിയ മൊഴി എന്ന് പറയുന്നത്. ഇത് പറയുന്നത് തന്നെ ഇത്തരത്തിൽ അമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയ പ്രതിയെ അവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടിയിട്ട് കെട്ടിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് നാട്ടുകാരോടാണ് ആദ്യമായിട്ട് ഈ പ്രതി, ലഹരിയിലായിരുന്നു ഈ പ്രതി ഉണ്ടായിരുന്നത്, ആഷിഖ് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ആദ്യമായിട്ട് നാട്ടുകാരോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ഇത് പ്രാഥമികമായിട്ട് പോലീസ് അവരുടെ FIR ഇട്ടതിനു ശേഷം അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വിശദമായ ഒരു മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുമില്ല. പ്രതിയുടെ ലഹരി സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം തീർന്നതിന് ശേഷം ഒരു വിശദമായ മൊഴി താമരശ്ശേരി പോലീസ് ഇതിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. അതേസമയം മരിച്ച സുബൈദയുടെ മൃതദേഹം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യും. നമുക്കറിയാം, ഒരു നാടിനെ ഒന്നാകെ നടത്തിയ സംഭവം എന്ന് പറയുമ്പോൾ പോലും ഇതിൽ ഏറ്റവും ആഷിഖിനെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവൻ ഉപയോഗിച്ചിരുന്ന ലഹരിയാണ്. നേരത്തെ കോളേജിലേക്കൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി മകനെ വിട്ടതായിരുന്നു. ആ കോളേജിലെത്തി അവിടുത്തെ സുഹൃത്ത് വലയങ്ങളിൽ നിന്നുമാണ് ഈ പ്രതി MDMA അടക്കമുള്ള മാരകമായ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. കൂട്ടുകെട്ടുകൾ മൂലമാണ് ഇങ്ങനെയുള്ള ലഹരി മരുന്നുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത്. നല്ല കൂട്ടുകെട്ടുകളും ഉണ്ട്. എന്നാൽ ഇതുപോലെ നശിപ്പിക്കുന്ന കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ. അവൻ പറഞ്ഞ വാക്കുകൾ കേട്ടില്ലേ? അവൻ കൊടുത്ത മൊഴി കണ്ടില്ലേ? അവൻ കൊടുത്ത മൊഴി ഇതാണ്, എനിക്ക് ജന്മം തന്നതിൻ്റെ ശിക്ഷയാണെന്ന് ഞാൻ കൊടുത്തതെന്ന്. എന്താണല്ലേ? കൊള്ളാം മോനെ, നിന്നെ പോലെയുള്ളവന്മാരെ എന്താ ചെയ്യുക? എന്താ നിനക്കൊക്കെ പറഞ്ഞു തരേണ്ടത്? ഇതുപോലെ ആരെങ്കിലും എൻ്റെ വീഡിയോ കേൾക്കുന്ന യുവജനങ്ങളുണ്ടെങ്കിൽ, എൻ്റെ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ഉപയോഗിക്കരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ നശിപ്പിച്ച് ഇല്ലാണ്ടാക്കും.
നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ പോലും നിങ്ങൾ തോന്നരുത്. തോന്നിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളെ കൊണ്ടുവന്ന് നാശത്തിലേക്കും അതോടൊപ്പം തന്നെ നിങ്ങളെ ഇല്ലാണ്ടാക്കും എന്നുള്ള കാര്യം ഇതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിക്കലും അരുത് എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. നിങ്ങൾക്ക് സന്തോഷം കിട്ടാൻ എത്രയെത്ര മാർഗങ്ങളുണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ. ദൈവം തന്ന ഈ ഒരു പ്രപഞ്ചത്തിൽ നമുക്ക് സന്തോഷിക്കാനായി എത്രയെത്ര കാര്യങ്ങൾ. നിങ്ങൾക്ക് യാത്രകൾ ചെയ്യാം. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മക്കളെ ഈ നാട്ടിലുള്ളത്. നിങ്ങൾ സന്തോഷത്തിന് വേണ്ടി കണ്ടെത്താൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഈ മയക്കുമരുന്ന് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒന്നും നേടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇവിടെ ഈ പന്നത്തരം കാണിച്ച ആഷിക്കിന് നല്ല ശിക്ഷ തന്നെ കിട്ടണം. ഒരു മക്കളും അമ്മയ്ക്ക് നേരെ ഇനിയും കൊടുവാൾ പൊക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും